ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ 2-3 ദിവസമായില്ലേ. അപ്പോൾ നമ്മൾ ചില കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ വീഡിയോ കാണാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമുക്ക് ഹോം ഷോപ്പ് പദ്ധതിയിൽ എനിക്ക് ഒരു ജോബ് കിട്ടിയിട്ടുണ്ടായിനി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി ഞങ്ങളോട്. അപ്പോൾ അതിൽ നമ്മുടെ കാളികാവ് ബ്ലോക്കിൽ CLC ആയിട്ട് ഇനിയും കൂടെ സെലക്ട് ചെയ്തിരിക്കണം കേട്ടോ. ഞങ്ങൾ 4 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിനിങ്ങിന് പോയ വിശേഷങ്ങളും പിന്നെ അതുപോലെ തന്നെ ഹോം ഷോപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളോട് കമൻറ്റിൽ ചോദിക്കലുണ്ട് എന്താണ് ഈ ഹോം ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ. ഒരു ജോലി എന്നുള്ളത് ഏതൊരാളുടെ ഒരു സ്വപ്നമാണല്ലേ ഒരു ജോലി എന്നുള്ളത്. അത് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളൊരു ജോലി ആകുമ്പോൾ ഒന്നും കൂടെ ഇഷ്ടം കൂടും അതിന്. അപ്പോൾ ഹോം ഷോപ്പിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ട്രെയിനിങ് പറഞ്ഞിട്ടുള്ളത് കക്കാടംപൊയിലാണ് കേട്ടോ. കക്കാടംപൊയിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ 4 പേരാണ് കേട്ടോ ഈ ഒരു ട്രെയിനിങ്ങിന് പോകുന്നത്. ഹോം ഷോപ്പിൻ്റെ CLCമാർക്കുള്ള ട്രെയിനിങ് ആണ്. കാളികാവ് പഞ്ചായത്തിൽ നിന്ന് ജസീറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. അതേപോലെ മേലാറ്റൂർ പഞ്ചായത്തിൽ നിന്ന് റോഷ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. അമരമ്പലം പഞ്ചായത്തിൽ നിന്ന് അനീഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ഞങ്ങളെ കരുളായി പഞ്ചായത്തിൽ നിന്ന് ഞാനുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കരുളായിൽ നിന്ന് കക്കാടംപൊയിൽ എത്തണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഹസ്ബൻഡൊന്നും ഇല്ലല്ലോ ഇവിടെ കൊണ്ടുപോയി വിടാനേ. അപ്പോൾ ഞാൻ നമ്മളെ അടുത്ത പഞ്ചായത്തിലുള്ള അനീഷൻ്റെ കൂടെയാണ് കേട്ടോ നിലമ്പൂർക്ക് പോയത്. അവിടുന്ന് പിന്നെ ഞങ്ങളൊപ്പമുള്ള ഞാൻ പറഞ്ഞല്ലോ മേലാറ്റൂർ റോഷ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുണ്ടെന്ന്. അപ്പോൾ ഓളെ ഹസ്ബൻഡിൻ്റെ കൂടെ കാറിൽ വന്നിട്ടുണ്ടേനി. അപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങോട്ട് കക്കാടംപൊയിലേക്ക് പോണത്. അപ്പോൾ നമുക്ക് ചുരമൊക്കെ കയറിയിട്ട് വേണം പോവാൻ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കക്കാടംപൊയിലേക്ക് പോണത്. ഇതിൻ്റെ മുന്നേ ഒന്നും പോയിട്ടില്ല, ഫസ്റ്റാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇടയ്ക്ക് വണ്ടി അവിടെ നിർത്തി തന്നിട്ടുണ്ടേനി. ഞങ്ങളോട് നിങ്ങൾക്ക് പ്ലേസൊക്കെ ഒന്ന് കാണണമെങ്കിൽ കണ്ടോളിയെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിലേക്കൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നടന്നു. പിന്നെ വീണ്ടും വണ്ടിയിൽ കയറി. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചല്ലോ ഒരു 2 പേരുമാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ ഞങ്ങളിതാ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കക്കാടംപൊയിൽ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറെ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള 2 സാറുമാരുണ്ട്. പ്രസാദ് കൈതക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സാറും സതീശൻ സാറും. അതുപോലെ തന്നെ ഞങ്ങളെ അക്കൗണ്ടർ സുമയ്യ, പിന്നെ 2 CLCമാർ വേറെ അവരും കൂടെ ഉണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളെ റൂം. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരു റൂമിലാണ്. പിന്നെ അതുപോലെ അപ്പുറത്ത് വേറെ റൂമിൽ 4 പേരും കൂടെ ഉണ്ട്. അപ്പോൾ അനീഷൻ്റെ ഹസ്ബൻഡും ഓളെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടുമാണ് താഴെ കൂടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒറ്റക്കല്ലേ. അപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പം കമ്പനിക്ക് ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഒരു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ വലിയ മലകളുണ്ട്. അതുപോലെ തന്നെ കോട ഇറങ്ങണതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനിവിടേക്ക് ഫസ്റ്റാണ് കേട്ടോ വരുന്നത്. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വർണ്ണിച്ച് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയതിന് ശേഷം ചുറ്റുമൊക്കെ ഒന്ന് ഇറങ്ങി കാണുകയൊക്കെ ചെയ്തു. ഇതാണ് കേട്ടോ നമ്മളെ റൂം. അപ്പോൾ ഞങ്ങൾ 3 പേരാട്ടോ ഈ ഒരു റൂമിലുള്ളത്. പിന്നെ ഒരു ബാത്റൂമും ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. അങ്ങനെ റൂമിലൊക്കെ എത്തി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ചുറ്റും ഒന്ന് ഇറങ്ങി കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാനായിട്ടില്ല. നമ്മളെ കൂടെയുള്ള ഒരാളും കൂടെ ഉണ്ട് എത്താൻ. അപ്പോൾ അവരും കൂടെ എത്തിയിട്ടുള്ളൂ ക്ലാസ് തുടങ്ങുക. അപ്പോൾ നമുക്ക് വ്യാഴാഴ്ചയാണ് കേട്ടോ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വ്യാഴാഴ്ച ഒരു 12:30 ആകുമ്പോഴത്തേന് നമ്മളോട് ഇവിടെ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാളും കൂടെ എത്താണ്ടെന്ന് പറഞ്ഞല്ലോ, അവരൊക്കെ എത്തിയിട്ടേ ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മേലെ കൂടെയൊക്കെ ഒന്ന് കയറിയിട്ട് ചുറ്റും ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നല്ല വ്യൂ അല്ലേ കാണാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും കാണാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളായിക്കാരം. അപ്പോൾ ആ ഒരു ഇതിൽ കുറച്ച് വീഡിയോസൊക്കെ ഇതിൻ്റെ മേലേക്ക് കയറിയിട്ട് അങ്ങനെ എടുത്ത് അങ്ങനെ കയറിയപ്പോൾ നല്ല ഉഷാറുണ്ടായിന് കേട്ടോ. പിന്നെ ഇറങ്ങിയപ്പം ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അങ്ങനെ നമ്മളെ ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ കൂടെ ഒരാൾ വരാണ്ടേനി പറഞ്ഞല്ലോ, ഓരും കൂടെ വന്നൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡിൻ്റെ കാര്യം ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി ഫുഡേനി. അപ്പോൾ നമ്മൾ ട്രെയിനിങ് തുടങ്ങിയ ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ചോറും നല്ല അടിപൊളി സാമ്പാറും പിന്നെ ഒരു വെജ് കറി ഉണ്ട്,
പിന്നെ ക്യാബേജ് പയറൊക്കെ വെച്ചിട്ടുള്ളൊരു തോരനുണ്ട്. പിന്നെ നല്ല അടിപൊളി കഷ്ണമീൻ ഫ്രൈ ചെയ്തതുണ്ട്. അതേപോലെ തന്നെ പപ്പടം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല ഫുഡ് ആയിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നും വെറും ഫുഡ് അടി തന്നെയോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഫുഡ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോയിൽ പകർത്താൻ നോക്കും എപ്പോഴും. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യം കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ കാണും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടൊന്നും വിചാരിക്കരുത്, വെറും ഫുഡ് അടിയാണോ എന്ന് വിചാരിക്കരുത്. പിന്നെ സാർമാർ ക്ലാസ് എടുക്കണതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നതല്ലല്ലോ, ക്ലാസ് കേൾക്കാൻ വന്നതല്ലേ. അപ്പോൾ അവിടേക്കാവും ശ്രദ്ധ. അപ്പോൾ വീഡിയോ എടുക്കുന്ന ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. അതേപോലെ ഫോണും ഉണ്ടാവില്ല കേട്ടോ കയ്യിൽ. ഫോണൊക്കെ സൈലൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സിന് ഇരിക്കുക. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലാസ്സിൽ കയറാനായിട്ടുണ്ട്. അപ്പോൾ വേഗം അവിടുന്ന് പോന്ന് പിന്നെ ക്ലാസ്സിൽ കയറി. അപ്പോൾ ഈ ഒരു ഹോം ഷോപ്പ് പദ്ധതി ആദ്യം നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും കോർഡിനേറ്ററായ പ്രസാദ് കൈതക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അതേപോലെ ഒരു സതീശൻ സാറും ഉണ്ട് ക്ലാസ് എടുക്കാൻ. അപ്പോൾ ഈ ഒരു ഹോം ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബശ്രീയിലുള്ള സംരംഭകരുണ്ടാവുമല്ലോ, പലവിധ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിയണില്ല. അപ്പം അവരെ പ്രൊഡക്റ്റുകളാണ് ഈ ഒരു ഹോം ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന 90% പൊടികളിൽ മായം കലരുന്നുണ്ട്. പക്ഷേ നമുക്കത് അറിയാൻ പറ്റണില്ല. ഒരു 30-40% ആളുകൾക്കും ക്യാൻസറും വരുന്നുണ്ട്. അതൊക്കെ ഇതുമെന്ന് വരുന്നതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കൂല. അതുപോലെ തന്നെയാണ് വൃക്കരോഗം, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ദിവസം 2 നേരം 3 നേരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോൾഗേറ്റിൽ ഒരുപാട് കെമിക്കലും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കൂല. നമ്മളത് ചെറിയ കുട്ടിയൊക്കെയാണെങ്കിലും നമ്മൾ ബ്രഷുമ്മലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് പോലെ വായിന്ന് എന്തായാലും അകത്ത് പോകൂലേ. അപ്പോൾ അതൊക്കെ അടിഞ്ഞുകൂടി ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ, ഇങ്ങനെ കുടുംബശ്രീ സംരംഭകരായിട്ടുള്ള വീട്ടമ്മമാർ അവരെ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളുമാണ്. അതിൽ മായം ചേർക്കണില്ല. അതേപോലെ തന്നെ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ നല്ല വൃത്തിയോട് കൂടിയിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഹോം ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഹോം ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോം ഷോപ്പ് പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീയിലുള്ള സംരംഭകരെ പ്രൊഡക്റ്റുകളാണെങ്കിലും അത് പരിശോധിച്ചതിന് ശേഷം നല്ല പാക്കിങ്ങും നല്ല കവറിങ്ങൊക്കെ ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകൾ മാത്രമേ ജില്ലാ മിഷൻ്റെ അനുമതിയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഹോം ഷോപ്പ് പദ്ധതിയിൽ സെയിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പം ഹോം ഷോപ്പിൻ്റെ CLCമാരായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതായത് ഹോം ഷോപ്പ് കോർഡിനേറ്റർമാർ. ഇനി നമുക്ക് ഹോം ഷോപ്പ് HSOമാരെ കണ്ടെത്തണം. HSOമാർക്ക് ഒരുപാട് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. കേരള സർക്കാർ ആവിഷ്കരിച്ച് കെലിഫ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ മിഷനുകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി. പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീ വനിതകൾക്ക് സ്ഥിരം തൊഴിൽ എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷനുകളുടെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ഹോം ഷോപ്പ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് കീഴിൽ മുഴുവൻ വാർഡുകളിലും 2 വീതം ഹോം ഷോപ്പ് ഓണർമാരെ നിയമിക്കുന്നതിനും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും പദ്ധതി വ്യാപിക്കുന്നതിനും ആണ് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബശ്രീ അംഗങ്ങളായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ച് അപേക്ഷകരിൽ നിന്നും ജില്ലാ മിഷൻ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. കുടുംബശ്രീ ജില്ലാ മിഷൻ നൽകുന്ന ID കാർഡ്, യൂണിഫോം എന്നിവ ധരിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ പ്രതിനിധി എന്ന നിലയിലായിരിക്കും ജോലി ചെയ്യേണ്ടത്. ഒരു ഗവൺമെൻറ് ആവിഷ്കൃത പദ്ധതിയിലെ ജീവനക്കാരി എന്ന അഭിമാനത്തോടെ വിവിധങ്ങളായ സർക്കാർ ആനുകൂല്യങ്ങളോടുകൂടി ജോലി ചെയ്യാം. അതുപോലെ തന്നെ മായമില്ലാത്തതും വിഷമുക്തവുമായ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തൻ്റെ വീടിന് ചുറ്റുപാടുമുള്ള വീടുകളിൽ സ്ഥിരമായി എത്തിച്ച് നൽകുക എന്നതാണ് വാർഡിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഹോം ഷോപ്പ് ഉടമകളുടെ, അതായത് HSOമാരുടെ ജോലി. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അതേപോലെ തന്നെ 5 മണി കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ അല്ലേ. ഇതങ്ങനെയല്ല കേട്ടോ, ഒരു ദിവസം 2-3 മണിക്കൂർ നേരം ജോലി ചെയ്താൽ മതി. അതുപോലെ തന്നെ പ്രതിമാസ വേതനത്തിന് പുറമെ കേരള സർക്കാരും ഹോം ഷോപ്പ് മാനേജ്മെൻറ്റ് ടീമും ഹോം ഷോപ്പ് ഉടമകൾക്ക് വേണ്ടി നിരവധി ക്ഷേമ പദ്ധതികളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ 2 വീലർ ഓടിക്കുന്നതിന് സൗജന്യമായി ഡ്രൈവിംഗ് പരിശീലനം നൽകുകയും ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്രാമീൺ ബാങ്കുമായി സഹകരിച്ച് 2 വീലർ ലോൺ ലഭ്യമാക്കും. HSOയുടെ മക്കൾക്ക് പ്രതിവർഷം 1200 രൂപ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകി വരുന്നു. അതുപോലെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന എല്ലാ HSOമാർക്കും 3 മാസത്തിലൊരിക്കൽ ഭക്ഷ്യധാന്യ കിറ്റ് വീട്ടിലെത്തിച്ചു നൽകും. അതുപോലെ തന്നെ പരിശീലന ചെലവും ബാഗ്, യൂണിഫോം, ID കാർഡ് എന്നിവയുടെ ചെലവും സർക്കാർ വഹിക്കും.
ടൂ വീലർ വാങ്ങുന്നതിന് CEF-ൽ നിന്നും 80,000 രൂപ വരെ പലിശരഹിത ലോൺ അനുവദിക്കും. ഹോം ഷോപ്പ് ഉടമകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നാൽ 1000 രൂപ മുതൽ 10,000 രൂപ വരെ ചികിത്സാ സഹായം നൽകും. CEF-ൽ നിന്നും 50,000 രൂപ വരെ സംരംഭകത്വ ലോൺ അനുവദിക്കും. പ്രോവിഡന്റ് ഫണ്ടിന് സമാനമായ രീതിയിൽ ഹോം ഷോപ്പ് ഉടമകൾക്ക് വേണ്ടി ആവിഷ്കരിച്ച ശ്രീനിധി സമ്പാദ്യ പദ്ധതിയിൽ അംഗമാക്കും. അതുപോലെ കോർപ്പറേറ്റുകളുടെ CSR ഫണ്ട് പ്രയോജനപ്പെടുത്തി പകുതി വിലക്ക് സ്കൂട്ടർ നൽകുന്ന പദ്ധതി, ഹോം ഷോപ്പ് ഉടമകളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് പകുതി വിലക്ക് ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി തുടങ്ങിയവയുമുണ്ട്. എല്ലാത്തിനും പുറമെ എല്ലാ മാസവും നിരവധി സമ്മാനങ്ങൾ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം കേട്ടോ. അപേക്ഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിലുള്ള ആൾക്കാർക്കുള്ള ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലുണ്ടാവും കേട്ടോ. നിങ്ങൾ CDS ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ CDS ആയിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഹോം ഷോപ്പ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ അന്നത്തെ ദിവസം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാത്രിക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം രാത്രിയായി. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളാട്ടോ ഇനി കാണുന്നത്. അപ്പോൾ രാവിലെ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഇങ്ങനെ മലകളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചോലയിൽ കൂടെ വെള്ളം വരുമല്ലോ. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ വരുന്നത്, ഉറവ വെള്ളം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. നമുക്ക് ഈ ചോലയിൽ കൂടെ വെള്ളം വരിക എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടല്ലേ. പിന്നെ നമ്മളെ വയനാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നും ചെയ്തിട്ടോ, ഇങ്ങനെയുള്ള മലകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വലിയൊരു മല പോലെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കാണാൻ ഏറ്റവും ഭംഗി എന്താ വെച്ചാൽ ഈ വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് ഈ കോട ഇറങ്ങുമല്ലോ. കോട ഇറങ്ങണത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതേപോലെ രാവിലെയും നല്ലൊരു വ്യൂ ആണ് രാവിലെയൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വെള്ളം ചാടുന്നത് കണ്ടല്ലോ, അത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടിയാണ് പിന്നെ ആ ഒരു വെള്ളം പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറിച്ചിട്ട് അങ്ങനെ അധികം അറിയൊന്നുമില്ല. അപ്പോൾ സാറിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ സാറ് പറഞ്ഞു കേട്ടോ, വയനാട്ടിലത്തെ മലനെക്കാട്ടിലും വലിയ മലയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിന് വന്നിട്ട് എന്തായാലും നല്ലോണം ആസ്വദിച്ചിട്ടുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റി. അതേപോലെ തന്നെ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ മക്കളെ വിട്ട് അങ്ങനെ ഇതുപോലെ 2 ദിവസം ഒന്നും നിന്നിട്ടില്ല. അപ്പോൾ മക്കളെ വിട്ട് നിന്നുള്ള ആ ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉള്ളൂ. മക്കളെ വിട്ട് നിന്നീനല്ല, ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് സേഫാണ്. എന്നാലും നമ്മൾ മക്കൾക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പം ഈ പാർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മൾ കുട്ടി അറിഞ്ഞ ഉമ്മച്ചി ഞങ്ങളെ കൊണ്ടുപോകാതെ പോയില്ലേ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇപ്പച്ചി വന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോരണം, ഫാമിലി ട്രിപ്പായിട്ട് പോരണം എന്നൊക്കെ പറഞ്ഞു. അതിൽ പിന്നെ അങ്ങനെ സമാധാനിച്ചു. അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ 2ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ പുട്ടും കടലക്കറിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അതേപോലെ തന്നെ ദോശ ഉണ്ട്, ദോശയും സാമ്പാറും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഫുഡ് കഴിച്ചതിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ, നല്ല ടേസ്റ്റുള്ള ഫുഡാണെന്നുള്ളത്. നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ആദ്യം ഒരു ദോശയും സാമ്പാറും കഴിച്ചു. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പുട്ടും അതേപോലെ കടലക്കറിയും കഴിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് അടി തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. ക്ലാസ് നടക്കുന്നതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ വീട്ടിലാവുമ്പം എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കഴിയട്ടെ പിന്നെ കഴിക്കാം പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുമല്ലോ. ഇതൊന്നുമില്ല, സമയത്തിന് നമുക്ക് ഫുഡ് കഴിക്കാം, ക്ലാസ് കേൾക്കുക, അത് കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെ കേട്ടോ പരിപാടി. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ ചിന്തിച്ചിനി എങ്ങനെയാവും ട്രെയിനിങ് എന്നറിയില്ല. അങ്ങനെയൊക്കെ മനസ്സിൽ നമ്മളിങ്ങനെ ഓരോന്ന് കാണുമല്ലോ. നമ്മൾക്ക് ആദ്യമായിട്ടാവുമ്പം അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ ട്രെയിനിങ്ങിന് വന്നപ്പം. നമുക്ക് ക്ലാസ് എടുക്കുന്ന പ്രസാദ് കൈതക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സാറാണെങ്കിലും സതീഷ് സാറാണെങ്കിലും പിന്നെ നമ്മൾ അക്കൗണ്ടറായ സുമയ്യ മേഡം ആണെങ്കിലും ഒക്കെ നല്ല പെരുമാറ്റത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മളോട് ഇടപഴകിയത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ആദ്യത്തെ ട്രെയിനിങ് അനുഭവം നല്ല അനുഭവം തന്നെയാണ് കേട്ടോ പറയാൻ. പിന്നെ ഞങ്ങളൊരു കുടുംബം പോലെ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. 2 ദിവസം നിന്ന് 3ാമത്തെ ദിവസം ഉച്ചക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ റൂമിൽ വന്ന് പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് നമ്മളെ റോഷ്നീൻ്റെ കയ്യിൽ. അപ്പോൾ അതൊക്കെ തിന്ന് പിന്നെ വീണ്ടും ക്ലാസ്സിൽ കയറി. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് 2 പേരും കൂടെ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അവർ ഇന്ന് മാത്രമേ നിൽക്കുള്ളൂ. വൈകുന്നേരം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ തിരിച്ചു പോകും. അപ്പോൾ ഓരും തന്നെ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ള ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ ഇനിയിപ്പോൾ
ഫസ്റ്റ് വരികയല്ലേ ഈ ഒരു ഫീൽഡിലേക്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഓലെ കയ്യിൽ നിന്നും കിട്ടി. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളെയും ഒരു ആഗ്രഹമാണ്. പക്ഷേ നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ നമുക്ക് അതിനുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളും അതും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ജോബിനൊക്കെ പോകാനൊക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷേ ചെറിയ മക്കളേക്കാരം അങ്ങനെ ആകുമ്പം ജോബിന് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഹോം ഷോപ്പിൽ HSO ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. അത്യാവശ്യം വിദ്യാഭ്യാസം വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ടൈമും അതേപോലെ തന്നെ നമ്മളെ വരുമാനം നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് വരുമാനം കിട്ടും. അതേപോലെ തന്നെ ടൈം ഇപ്പോൾ നമ്മൾ മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ലിങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തോളേണ്ടി. പിന്നെ ഇവിടെ വേറെയുള്ള പരിധിയിലാണ്, നമ്മൾ കാളികാവ് പരിധിയിലല്ലാത്ത ആൾക്കാർക്ക് അവരെ പഞ്ചായത്തിൽ അവരെ CDS ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അവിടുന്ന് അപേക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോവും. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് പാർക്കിലേക്ക് വന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചെറിയ കുട്ടികളെമാതിരി പാർക്കിലൊക്കെ കളിക്കണമെന്ന്. പാർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട് കേട്ടോ ക്ലാസ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഇതാ ഈ ഒരു ഇക്കയാണ് കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. നല്ല കുക്കാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ സാറുമാരോടും അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സുകളോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞു. 3 മണിക്കാട്ടോ നമ്മൾ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.